കരിങ്കല്ല് പാകിയ ആ വലിയ മുറ്റത്തേക്ക് കാർ വന്ന് നിൽക്കുമ്പോൾ മീനയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. കാറിന്റെ ഗ്ലാസിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് അവൾ നോക്കി. പായൽ പിടിച്ച മതിലുകളും മുകളിൽ തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മാവും ആ വീടിന്റെ ഗൗരവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അവളും വിശാലും. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഈ ഗ്രാമത്തിലെ വലിയ തറവാട്ടിലേക്ക് എത്തുമ്പോൾ പുതിയൊരു ജീവിതത്തിന്റെ മനോഹരമായ സ്വപ്നങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. മീന, ഇറങ്ങിക്കോ, നമ്മളെത്തി. വിശാലിന്റെ സ്വരം കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. വിശാൽ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ആ സ്പർശനത്തിന് വലിയൊരു ആശ്വാസത്തിന്റെ കരുത്തുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ ആ പഴയ വീടിന്റെ ഉമ്മറത്ത് വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ഒരു വലിയ തറവാട്. അവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന ആകുലതയോടെ അവൾ പടികൾ കയറി. പൂമുഖത്ത് നിലവിളക്കുമായി നിൽക്കുകയായിരുന്നു സുഭദ്ര, വിശാലിന്റെ മൂത്ത ഏട്ടത്തിയമ്മ, ആ വീടിന്റെ ഇപ്പോഴത്തെ അധികാരി. നരച്ചു തുടങ്ങിയ മുടിയും കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച ഗൗരവവും ഒപ്പം തറവാടിത്തത്തിന്റെ അഹങ്കാരവും ആ മുഖത്ത് പ്രകടമായിരുന്നു. മീന പതുക്കെ സുഭദ്രയുടെ അടുത്തേക്ക് നീങ്ങി. കയറി വാ. സുഭദ്രയുടെ ശബ്ദം വളരെ തണുത്തതായിരുന്നു. അതിൽ ഒരു പുതിയ അംഗത്തെ സ്വീകരിക്കുന്ന ആവേശമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. മീന വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിച്ചു. അകത്തളത്തിന്റെ ഇരുട്ടിലും ആ വീടിന്റെ വലിപ്പം അവളെ അത്ഭുതപ്പെടുത്തി. വലിയ മരത്തൂണുകളും ചുവരിലെ പഴയ ചിത്രങ്ങളും അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ഇത് നിന്റെ വീടാണ് മീന, ഒന്നിനും പേടിക്കണ്ട, വിശാൽ അവളുടെ കാതിൽ മന്ത്രിച്ചു. പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ അവൾക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല. തറവാട്ടിലെ ഓരോ വസ്തുക്കളും സുഭദ്രയുടെ ആജ്ഞാശക്തിക്ക് കീഴിലാണെന്ന് ഓരോ ചലനത്തിലും വ്യക്തമായിരുന്നു. രാത്രി ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ മീന അടുക്കളയിലേക്ക് പതുക്കെ നടന്നു. സുഭദ്ര അവിടെ പണിയിലായിരുന്നു. സഹായിക്കാൻ വേണ്ടി മീന കൈനീട്ടിയപ്പോൾ സുഭദ്ര തടഞ്ഞു. വേണ്ട മീന, നീ പോയി വിശ്രമിച്ചോ. നഗരത്തിൽ വളർന്ന കുട്ടിയല്ലേ, ഇവിടെ അടുക്കളയിലെ പുകയേറ്റാൽ നിനക്ക് ശ്വാസം മുട്ടും. ഇവിടുത്തെ പണികളൊക്കെ വലിയ കഷ്ടപ്പാടാണ്, അത് ചെയ്യാൻ ഞങ്ങളൊക്കെ ശീലിച്ചവരാണ്. ആ വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് തോന്നിക്കുമെങ്കിലും അതിനുള്ളിൽ ഒരു പരിഹാസം മീനക്ക് അനുഭവപ്പെട്ടു. തനിക്ക് ഈ വീടിന്റെ ഭാഗമാകാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ തന്നെ ഒരു അതിഥിയായി മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള ഒരു സൂചന സുഭദ്ര നൽകുകയായിരുന്നു. ഭക്ഷണമേശയിൽ വെച്ച് എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴും സുഭദ്രയുടെ കണ്ണുകൾ മീനയുടെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ സ്പൂൺ പിടിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി എല്ലാം സുഭദ്രയുടെ പരിശോധനയ്ക്ക് വിധേയമായി. ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് മടങ്ങുമ്പോൾ മീന വിശാലിനോട് ചോദിച്ചു, ഏട്ടത്തിയമ്മക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ വിശാൽ? വിശാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നുമില്ല മീന, ഏട്ടത്തിയമ്മ പണ്ടേ ഇങ്ങനെയാണ്, കുറച്ച് ഗൗരവക്കാരിയാണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ സ്നേഹമാണ്. കാലം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. എന്നാൽ മീനയുടെ മനസ്സ് അത് സമ്മതിച്ചു കൊടുത്തില്ല. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ കിടന്നു. ആ വലിയ തറവാട്ടിലെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം അവളെ പിടികൂടി. സുഭദ്രയുടെ ഓരോ നോട്ടവും തനിക്ക് നേരെ തുടുത്തുവിട്ട അമ്പുകളാണെന്ന് അവൾക്ക് തോന്നി. ഈ അപരിചിതമായ അന്തരീക്ഷത്തിൽ തനിക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് അവൾ ആലോചിച്ചു. അടുത്ത ദിവസം പുലർച്ചെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ സുഭദ്ര മീനയെ അടുത്തു വിളിച്ചു. മീന, ഈ വീട്ടിൽ ചില ചിട്ടകളുണ്ട്, അത് ലംഘിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇവിടുത്തെ രീതികൾ കണ്ടു പഠിക്കണം. മാറ്റങ്ങൾ നല്ലതാണ്, പക്ഷേ ഈ വീടിന്റെ പാരമ്പര്യം തകർക്കുന്ന മാറ്റങ്ങൾ ഇവിടെ അനുവദിക്കില്ല. ആ വാക്കുകൾ ഒരു മുന്നറിയിപ്പായിരുന്നു. തന്റെ സ്വതന്ത്രമായ ചിന്തകളും ശീലങ്ങളും ആ പടിവാതിലിന് പുറത്ത് ഉപേക്ഷിക്കണമെന്ന കൽപ്പന. മീന ഒന്നും മിണ്ടിയില്ല, വെറുതെ തലയാട്ടി. ആ വലിയ വീടിന്റെ ഇടനാഴികളിൽ സുഭദ്രയുടെ നിഴൽ പടർന്നു കിടക്കുന്നത് അവൾ ഭീതിയോടെ കണ്ടു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്ന് അവൾ അന്ന് അറിഞ്ഞിരുന്നില്ല. തറവാട്ടിലെ പുലരികൾ മീനക്ക് സമ്മാനിച്ചത് വലിയൊരു അങ്കലാപ്പായിരുന്നു. നഗരത്തിലെ ഫ്ലൈറ്റിൽ അലാറമടിക്കുമ്പോൾ എഴുന്നേറ്റ് ശീലിച്ച അവൾക്ക് പുലർച്ചെ 4 മണിക്ക് മുറ്റമടിച്ചു വാരുന്ന ശബ്ദം കേട്ട് ഉണരേണ്ടി വരുന്നത് ഒരു പുതിയ അനുഭവമായിരുന്നു. ഏട്ടത്തിയമ്മ അപ്പോഴേക്കും കുളി കഴിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് അടുക്കളയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മീന ഒരു നിരീക്ഷകയെ പോലെ എല്ലാം നോക്കി നിന്നു. സഹായിക്കാൻ ചെല്ലുമ്പോഴെല്ലാം അതവിടെ ഇരിക്കട്ടെ, മോൾക്ക് ഈ വലിയ പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ എന്ന മറുപടിയാണ് ലഭിക്കാറുള്ളത്. സ്നേഹത്തിൽ പൊതിഞ്ഞ ഇത്തരം വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മൂർച്ചയുള്ള കുത്തുവാക്കുകൾ തിരിച്ചറിയാൻ മീനക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഒരു ശനിയാഴ്ച ഉച്ച സമയം തറവാട്ടിലെ അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഒത്തുചേർന്ന ഒരു ചടങ്ങായിരുന്നു അത്.
മീന തന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി അണിഞ്ഞൊരുങ്ങി. ഒരു നല്ല സാരിയുടുത്ത് മുടിയിൽ തുളസിയില ചൂടി അവൾ ഉമ്മറത്തെത്തി. വന്നവരൊക്കെ മീനയെ പ്രശംസിച്ചു. നഗരത്തിൽ വളർന്ന കുട്ടിയായിട്ടും തറവാടിത്തം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇത് സുഭദ്രയുടെ മുഖത്ത് ഒരു മങ്ങലുണ്ടാക്കി. തന്റെ അധീനതയിലുള്ള സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്ഞി ഉദിച്ചുയരുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ചായ കൊടുക്കേണ്ട സമയം വന്നപ്പോൾ മീന അടുക്കളയിലേക്ക് ചെന്നു. ഏട്ടത്തിയമ്മേ, ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഉമ്മറത്തുണ്ട്. ഏട്ടത്തിയമ്മ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചോളൂ, മീന വിനയത്തോടെ പറഞ്ഞു. ആദ്യമൊന്നും മടിച്ചെങ്കിലും വന്നവരുടെ മുന്നിൽ നല്ലവളായി കാണപ്പെടാൻ സുഭദ്ര സമ്മതിച്ചു. മീന വളരെ ശ്രദ്ധയോടെ ചായ തയ്യാറാക്കി. നല്ല ഏലക്കയും ഇഞ്ചിയും ഇട്ട ചായ. ഓരോ കപ്പിലും തുല്യമായ അളവിൽ അവൾ ചായ പകർന്നു. ട്രേയുമായി അവൾ പൂമുഖത്തേക്ക് ചെന്നു. എല്ലാവർക്കും ചായ നൽകി കഴിഞ്ഞപ്പോൾ സുഭദ്രയുടെ നേരെയും ഒരു കപ്പ് നീട്ടി. ചായയുടെ ഒരു സിപ്പ് എടുത്തതും സുഭദ്രയുടെ ഭാവം മാറി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ ആ ചായ കപ്പ് ട്രേയിലേക്ക് ആഞ്ഞുവെച്ചു. പാത്രങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ട് ഉമ്മറത്ത് ഒരു നിശബ്ദത പടർന്നു. ഇതാണോ മീന നീ ഉണ്ടാക്കിയ ചായ? സുഭദ്രയുടെ ശബ്ദത്തിൽ ഒരു പരിഹാസം കലർന്നിരുന്നു. ഇതിപ്പോ പഞ്ചസാര ലായനിയാണോ അതോ പാലും വെള്ളമോ? നമ്മുടെ തറവാട്ടിൽ ചായ കുടിക്കാൻ വരുന്നവർക്ക് ഇതൊന്നും ശീലമില്ല. നിന്റെ വീട്ടിൽ ഇതാണോ പഠിപ്പിച്ചത്? മീനയുടെ മുഖം പെട്ടെന്ന് വിളറി. വന്നവരുടെയെല്ലാം കണ്ണുകൾ തനിക്ക് നേരെ നീളുന്നത് അവൾ അറിഞ്ഞു. താൻ വളരെ കൃത്യമായാണ് ചായ ഉണ്ടാക്കിയതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുക എന്നതായിരുന്നു സുഭദ്രയുടെ ലക്ഷ്യം. ക്ഷമിക്കണം ഏട്ടത്തിയമ്മേ, ഞാൻ ഒന്നുകൂടി നോക്കാം. മീനയുടെ ശബ്ദമിടറി. വേണ്ട, നീ പോയി മുറിയിലിരുന്നോ, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. വിവരം കുറച്ചുകൂടി ഉള്ള കുട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ നിന്നെ അടുക്കളയിൽ കയറ്റിയത്. ഇതിപ്പോൾ ചായ ഉണ്ടാക്കാൻ പോലും പഠിക്കാത്ത കുട്ടികളെ ഇങ്ങനെ കെട്ടിച്ചുവിടാൻ നിന്റെ വീട്ടുകാർക്ക് എങ്ങനെ തോന്നി? ആ വാക്കുകൾ ഒരു ശരപ്പുളിയേക്കാൾ വേഗത്തിൽ മീനയുടെ നെഞ്ചിൽ തറച്ചു. സ്വന്തം വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകി. ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് നടന്നു. വിശാൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ പുരുഷന്മാർക്കിടയിൽ കാര്യമായ ചർച്ചയിലായിരുന്നു. തന്റെ മുറിയിലെത്തി വാതിലടച്ച് അവൾ വിതുമ്പി. ഈ വലിയ വീട്ടിൽ താൻ ആരുമല്ലെന്ന് തോന്നൽ അവളിൽ ബലപ്പെട്ടു. സുഭദ്രയുടെ വാക്കുകൾ ഓരോന്നായി അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചില്ലായിരിക്കാം, പക്ഷേ ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് അതിനേക്കാൾ വലുതായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും സുഭദ്രയുടെ ഈ മാനസിക പീഡനം വർദ്ധിച്ചു വന്നു. മീന അലക്കി വിരിച്ച തുണികൾ ശരിയല്ലെന്ന് പറഞ്ഞ് അത് വീണ്ടും അലക്കാനിടുക, അവൾ വായിക്കുന്ന പുസ്തകങ്ങളെ പരിഹസിക്കുക, വിശാലിനോട് അവൾക്ക് പരാതി പറയാൻ അവസരം നൽകാതിരിക്കുക. ഇങ്ങനെ ഓരോ പ്രവൃത്തിയും കൃത്യമായി ആസൂത്രണം ചെയ്തതായിരുന്നു. വിശാൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സുഭദ്ര സ്നേഹത്തിന്റെ നിറകുടമായി മാറും. വിശാൽ, മീനക്കുട്ടിക്ക് ഇവിടെ ഒന്നിനും കുറവില്ലല്ലോ അല്ലേ? അവൾക്ക് ഈ വീട് ശീലമായി വരുന്നേയുള്ളൂ എന്ന് വിശാലിന്റെ മുന്നിൽ പറയുമ്പോൾ മീനക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. സുഭദ്രയുടെ ഈ ഇരട്ടത്താപ്പ് വിശാലിനെ ബോധ്യപ്പെടുത്താൻ മീന ശ്രമിച്ചെങ്കിലും ഏട്ടത്തിയമ്മ പാവമാണ് മീന, നിനക്ക് വെറുതെ തോന്നുന്നതാകും എന്ന വിശാലിന്റെ മറുപടി അവളെ കൂടുതൽ നിരാശയാക്കി. ആ വലിയ തറവാട്ടിലെ ഓരോ ഇടനാഴിയും മീനയെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്തായിരുന്നു. എവിടെ തിരിഞ്ഞാലും സുഭദ്രയുടെ കർക്കശമായ കണ്ണുകൾ അവളെ പിന്തുടർന്നു. തന്റെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ആ പഴയ ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെടുകയാണോ എന്ന് അവൾ ഭയപ്പെട്ടു. വാക്കിന്റെ മുനകൾ കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെ തകർക്കാമെന്ന് സുഭദ്ര ഓരോ ദിവസവും മീനയെ അനുഭവിപ്പിക്കുകയായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ വിശാൽ ഉറങ്ങിക്കഴിയുമ്പോൾ മീന നക്ഷത്രങ്ങളെ നോക്കിയിരിക്കും. തന്റെ വീടിനെയും അവിടെ തനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെയും ഓർത്ത് അവൾ വിതുമ്പും. ഏട്ടത്തിയമ്മയെ പിണക്കാതെ, എന്നാൽ തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ എങ്ങനെ മുന്നോട്ടു പോകും? ഈ ചോദ്യത്തിന് മുന്നിൽ അവളുടെ മനസ്സ് ഉത്തരമില്ലാതെ നിന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പരീക്ഷണങ്ങളാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് അവൾ ഉള്ളാലെ അറിഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. തറവാട്ടിലെ ഓരോ പുലരിയും മീനക്ക് പുതിയൊരു പരീക്ഷണമായിരുന്നു. ആദ്യമൊക്കെ സ്നേഹം കൊണ്ട് സുഭദ്രയുടെ മനസ്സ് മാറ്റാമെന്ന് അവൾ കരുതിയിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ ഓരോന്നായി തകരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സുഭദ്രയുടെ അധികാരം അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് മീനയുടെ സ്വകാര്യ ജീവിതത്തിലേക്കും വിശാലുമായുള്ള ബന്ധത്തിലേക്കും പടരാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ മീന തന്റെ മുറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് സുഭദ്ര വാതിൽ പോലും മുട്ടാതെ അകത്തേക്ക് വന്നത്. മീനയുടെ കയ്യിലിരുന്ന പുസ്തകം നോക്കി അവർ ചുണ്ടു ചൊളിച്ചു. ഇതിപ്പോ നേരം വെളുത്തിട്ട് പുസ്തകം മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? തറവാട്ടിൽ വന്നു കയറിയാൽ ഉത്തരവാദിത്തങ്ങൾ വേറെയുമുണ്ട്.
നിന്റെ വീട്ടിൽ ഇതൊക്കെയാണോ പഠിപ്പിച്ചത്? മീന പതുക്കെ പുസ്തകം മാറ്റിവെച്ചു. ഏട്ടത്തിയമ്മേ, ഞാൻ രാവിലത്തെ പണികളെല്ലാം കഴിച്ചാണ് ഇരിക്കുന്നത്. പണികൾ കഴിഞ്ഞെന്നോ? സുഭദ്രയുടെ സ്വരമുയർന്നു. ആ ഉമ്മറത്തെ വിളക്ക് തുടച്ചിട്ടുണ്ടോ? പൂജാമുറിയിൽ പൂക്കൾ വെച്ചിട്ടുണ്ടോ? അതൊന്നും നിനക്ക് പണിയല്ലായിരിക്കുമല്ലേ? നഗരത്തിലെ ഫ്ലാറ്റിൽ വെറുതെ ഇരുന്ന് ശീലിച്ച് നിനക്ക് ഇതിന്റെയൊന്നും വിലയറിയില്ല. മീന ഒന്നും മിണ്ടിയില്ല. ഓരോ വാക്കിനും മറുപടി പറയാൻ നിന്നാൽ അത് വലിയ വഴക്കിലാകും അവസാനിക്കുക എന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ തന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ പോലും സുഭദ്ര നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വിശാലുമായുള്ള സംസാരത്തിനിടയിൽ സുഭദ്ര നടത്തുന്ന ഇടപെടലുകളായിരുന്നു. വിശാൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ മീനക്ക് അവനോട് സംസാരിക്കാൻ പോലും സ്വകാര്യത ലഭിച്ചിരുന്നില്ല. അവർ സംസാരിച്ചിരിക്കുമ്പോൾ സുഭദ്ര എന്തിനെങ്കിലും വേണ്ടി അവിടെ എത്തും. വിശാൽ, നിനക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ? അതോ മീന ഉണ്ടാക്കി തരുന്ന പഞ്ചസാര വെള്ളം മതിയോ എന്ന പരിഹാസം അവിടെയും തുടരും. ഒരു വൈകുന്നേരം മീന തന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. തന്റെ സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞു കരയണമെന്നുണ്ടായിരുന്നെങ്കിലും അമ്മ വിഷമിക്കുമെന്ന് കരുതി അവൾ എല്ലാം ഉള്ളിലൊതുക്കി. സംസാരം കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ പിന്നിൽ സുഭദ്ര നിൽക്കുന്നു. വീട്ടിലെ വിശേഷങ്ങൾ ഓരോന്നായി അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുകയാണല്ലേ? ഈ വീടിന്റെ അന്തസ്സ് കളയാൻ ഓരോരുത്തർ ഇറങ്ങിക്കൊള്ളും, സുഭദ്ര പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ എന്റെ അമ്മയോട് വിശേഷം പറഞ്ഞതാണ് ഏട്ടത്തിയമ്മേ. അതിൽ ഈ വീടിന്റെ അന്തസ്സിന് എന്തു കുറവാണ് വരാനുള്ളത്? ആദ്യമായി മീനയുടെ ശബ്ദത്തിൽ ഒരു പ്രതിഷേധം നിഴലിച്ചു. സുഭദ്രയുടെ കണ്ണുകൾ ചുവന്നു. നീ എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നോ? ഈ തറവാട്ടിൽ ഞാൻ പറയുന്നത് കേട്ട് ശീലിച്ചവരാണ് എല്ലാവരും. നിന്റെ അഹങ്കാരം ഇവിടെ നടക്കില്ല. രാത്രിയിൽ വിശാൽ വന്നപ്പോൾ മീന സങ്കടം സഹിക്കവയ്യാതെ എല്ലാം തുറന്നു പറഞ്ഞു. വിശാൽ, എനിക്ക് ഇവിടെ ശ്വാസം മുട്ടുന്നു. ഏട്ടത്തിയമ്മ എന്നെ ഒരു മനുഷ്യനായി പോലും കാണുന്നില്ല. എന്ത് ചെയ്താലും കുറ്റം, എപ്പോഴും പരിഹാസം. നമുക്ക് എവിടെയെങ്കിലും മാറി താമസിച്ചൂടെ? വിശാൽ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മീന, ഏട്ടത്തിയമ്മക്ക് ഈ വീടിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. കുറച്ചു കാലം കൂടി ക്ഷമിക്ക്. അവർക്ക് നിന്നെ മനസ്സിലാക്കാൻ സമയം വേണ്ടിവരും. ഈ വലിയ വീട് ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നത് ഏട്ടത്തിയമ്മയെ തളർത്തും. വിശാലിന്റെ മറുപടി മീനയെ കൂടുതൽ തകർത്തു. അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും സുഭദ്രയോടുള്ള കടപ്പാട് അവനെ തളച്ചിട്ടിരിക്കുകയാണ്. താൻ അനുഭവിക്കുന്ന മാനസിക പീഡനം അവന് ഒരു ചെറിയ പ്രശ്നമായി മാത്രമേ തോന്നുന്നുള്ളൂ. തന്റെ പ്രതീക്ഷയുടെ അവസാനത്തെ കതിരും അസ്തമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ മീന ഒരു യന്ത്രത്തെ പോലെയായി. സുഭദ്ര പറയുന്നതെല്ലാം അനുസരിച്ചു. ഒരു മറുപടിയും പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കുമ്പോഴോ പണികൾ ചെയ്യുമ്പോഴോ അവൾ ആരുമായും സംസാരിക്കാറില്ല. അവളുടെ കണ്ണുകളിലെ തിളക്കം കെട്ടുപോയിരുന്നു. സുഭദ്ര ഇതൊക്കെ തന്റെ വിജയമായി കണ്ടു. മീനയെ താൻ മെരുക്കിയെടുത്തു എന്ന ഭാവമായിരുന്നു അവർക്ക്. എന്നാൽ മീനയുടെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. സഹനത്തിന്റെ പരിധി ലംഘിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. തറവാട്ടിലെ ആ വലിയ മരത്തൂണുകൾക്കിടയിൽ അവൾ ഒരു തടവുകാരിയെ പോലെ കഴിഞ്ഞു. സ്നേഹിച്ചു വന്ന വീട് ഒരു ഇരുട്ടറയായി മാറുന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു. ഒരു രാത്രിയിൽ കനത്ത മഴ പെയ്യുന്ന സമയം ജനലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മീന ആലോചിച്ചു. ഇനിയും എത്ര കാലം? തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെടാൻ താൻ തയ്യാറാണോ? ആ ചോദ്യം അവളുടെ ഉള്ളിൽ ആഞ്ഞു തറച്ചു. പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോഴും എവിടെയോ ഒരു മാറ്റത്തിന്റെ നാമ്പ് അവൾ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മാറ്റം വരുന്നത് സുഭദ്രയുടെ മറ്റൊരു മുഖം കണ്ടുകൊണ്ടായിരിക്കുമെന്ന് അവൾ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ദിവസങ്ങൾ നീങ്ങുന്തോറും മീന ആ തറവാട്ടിൽ ഒരു നിഴലായി മാറി. ഒന്നിനോടും പ്രതികരിക്കാതെ ഒരു യന്ത്രത്തെ പോലെ ജോലി ചെയ്യുന്ന അവളെ സുഭദ്ര കൂടുതൽ കടുപ്പമേറിയ വാക്കുകൾ കൊണ്ട് നേരിട്ടുകൊണ്ടിരുന്നു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു രാത്രി കരുതി വെച്ചിരുന്നു. അന്ന് വലിയ ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു. പാതിരാത്രി കഴിഞ്ഞിട്ടും മീനക്ക് ഉറക്കം വന്നില്ല. താഴത്തെ നിലയിൽ നിന്ന് എന്തിന്റെയോ വീഴ്ച കേട്ടാണ് അവൾ ഞെട്ടിയുണർന്നത്. വിശാൽ നല്ല ഉറക്കത്തിലായിരുന്നു. മീന പതുക്കെ എഴുന്നേറ്റ് പുറത്തെ ഇടനാഴിയിലേക്ക് നടന്നു. അകത്തളത്തിന്റെ ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി. ശബ്ദം കേട്ടത് ഏട്ടത്തിയമ്മയുടെ മുറിയിൽ നിന്നായിരുന്നു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. അകത്തു നിന്ന് ആരോ വിങ്ങിക്കരയുന്ന ശബ്ദം കേട്ട് മീന ഒരു നിമിഷം തരിച്ചു നിന്നു. ആ ഗൗരവക്കാരിയായ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഏട്ടത്തിയമ്മയാണോ ഈ കരയുന്നത്? മീന അറിയാതെ വാതിലിനടുത്തേക്ക് നീങ്ങി. മുറിക്കുള്ളിലെ കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. തറയിൽ ചിതറിക്കിടക്കുന്ന പഴയ ഫോട്ടോകൾക്കും പുസ്തകങ്ങൾക്കുമിടയിൽ ഇരുന്ന് സുഭദ്ര കരയുകയാണ്. അവരുടെ കയ്യിൽ ഒരു പഴയ സർട്ടിഫിക്കറ്റും ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു.
മീന പതുക്കെ അകത്തേക്ക് കയറി. ഏട്ടത്തി അമ്മേ. മീനയുടെ വിളി കേട്ട് സുഭദ്ര പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. കണ്ണുനീർ തുടച്ച് പഴയ ഗൗരവം വീണ്ടെടുക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ആ തകർന്ന ശബ്ദം അവരെ ചതിച്ചു. നീ എന്താ ഈ സമയത്ത് ഇവിടെ? പോയി കിടന്നുറങ്ങാൻ നോക്ക്, സുഭദ്ര ആജ്ഞാപിക്കാൻ ശ്രമിച്ചു. ഏട്ടത്തിയമ്മ എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പറ്റിയോ? മീന പിന്മാറാൻ തയ്യാറായില്ല. അവളുടെ കണ്ണുകൾ തറയിൽ കിടന്ന ആ പഴയ ഫോട്ടോയിൽ ഉടക്കി. അത് സുഭദ്രയുടെ ചെറുപ്പകാലത്തെ ചിത്രമായിരുന്നു. കയ്യിൽ ഒരു പുരസ്കാരവുമായി നിൽക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. സുഭദ്ര ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ ഒരു തരം നിസ്സംഗതയോടെ പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എന്ത് മനസ്സിലാകാനാണ് മീന? നിന്നെ പോലെ ഭാഗ്യമുള്ളവൾക്ക് ഇതിന്റെ വേദന അറിയില്ല. സുഭദ്ര പതുക്കെ സംസാരിച്ചു തുടങ്ങി. അതൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു. ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു സുഭദ്ര. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തറവാട്ടിലെ മൂത്ത മകന്റെ ആലോചന വന്നപ്പോൾ വീട്ടുകാർക്ക് മറുത്തു പറയാൻ കഴിഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലെത്തിയ സുഭദ്രക്ക് തന്റെ എല്ലാ സ്വപ്നങ്ങളും അടുക്കളയിലെ പുകയ്ക്കിടയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്റെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഈ അലമാരക്കുള്ളിൽ ചിതലെടുത്തു തീർന്നു മീന. എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഒരു പുസ്തകം വായിക്കാനോ ഈ വീട്ടിലെ കാരണവന്മാർ സമ്മതിച്ചിരുന്നില്ല. തറവാടിത്തം എന്ന വാക്കിനുള്ളിൽ എന്റെ യൗവനം അവർ തളച്ചിട്ടു. വിശാലിന്റെ ഏട്ടൻ മരിച്ചതോടെ ഈ വീടിന്റെ മുഴുവൻ ഭാരവും എന്റെ തലയിലായി. മറ്റുള്ളവരുടെ മുന്നിൽ തളരാതിരിക്കാൻ ഞാൻ അണിഞ്ഞ മുഖമൂടിയാണ് ഈ ഗൗരവം. സുഭദ്രയുടെ വാക്കുകൾ മീനയുടെ ഉള്ളിൽ തറച്ചു. നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയയായിരുന്നു മീന. നിനക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, വിശാലിന്റെ സ്നേഹം, നിന്റെ വിദ്യാഭ്യാസം, എനിക്ക് ലഭിക്കാതെ പോയതെല്ലാം നിനക്കുണ്ടെന്ന് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവുണ്ടായിരുന്നു. ആ ദേഷ്യമാണ് ഞാൻ നിന്നോട് തീർത്തത്. മീനക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. താൻ ഒരു വില്ലെത്തി എന്ന് കരുതിയ സ്ത്രീ യഥാർത്ഥത്തിൽ സാഹചര്യങ്ങളുടെ ഇരയായിരുന്നു. തനിക്ക് നേരെ വന്ന ഓരോ കുത്തുവാക്കുകളും സുഭദ്രയുടെ ഉള്ളിലെ മുറിവുകളിൽ നിന്നുള്ള രോധനമായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അധികാരം സ്ഥാപിക്കാനല്ല, മറിച്ച് തന്റെ അധികാരം നഷ്ടപ്പെട്ടാൽ താൻ വീണ്ടും പഴയതുപോലെ തളക്കപ്പെടുമോ എന്ന ഭയമായിരുന്നു സുഭദ്രയെ നയിച്ചിരുന്നത്. എനിക്ക് ആരോടും പരാതിയില്ല, പക്ഷേ എന്റെ ജീവിതം ഈ ചുവരുകൾക്കുള്ളിൽ അവസാനിച്ചു, സുഭദ്ര തേങ്ങലോടെ പറഞ്ഞു. മീന പതുക്കെ സുഭദ്രയുടെ അടുത്തേക്ക് നീങ്ങി. അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആദ്യമായി സുഭദ്ര ആ സ്പർശനം തട്ടിമാറ്റിയില്ല. ഏട്ടത്തി അമ്മേ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇനിയുള്ള കാലം ഇങ്ങനെയാകരുത്. ഏട്ടത്തിയമ്മ ഒറ്റയ്ക്കല്ല. ആ രാത്രി ആ വലിയ തറവാട്ടിലെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്നു. ശത്രുതയുടെ മതിലുകൾ തകർന്നു വീഴുകയായിരുന്നു. സുഭദ്രയുടെ ഉള്ളിലെ കല്ലിച്ച മനസ്സ് സ്നേഹത്തിന്റെ നനവറിഞ്ഞു. മീനക്ക് ഏട്ടത്തിയമ്മയോടുണ്ടായിരുന്ന വെറുപ്പ് സഹതാപത്തിനും ബഹുമാനത്തിനും വഴിമാറി. ആ വലിയ രഹസ്യം അവർക്കിടയിലുള്ള ദൂരം കുറച്ചു. പുറത്ത് മഴ തോർന്നിരുന്നു. ജനലിലൂടെ വന്ന തണുത്ത കാറ്റിൽ ആ മുറിയിലെ ഗൗരവം അലിഞ്ഞില്ലാതായി. സുഭദ്രയുടെ കണ്ണുകളിലെ അഗ്നി കെട്ടുപോയി. പകരം ഒരു തരം ശാന്തത നിറഞ്ഞു. തന്റെ പോരാട്ടം സുഭദ്രയോടല്ല, മറിച്ച് അവരെ ഇങ്ങനെയൊരാളാക്കി മാറ്റിയ സാഹചര്യങ്ങളോടാണെന്ന് മീന ഉറപ്പിച്ചു. നേരം വെളുക്കുമ്പോൾ ഈ വീട്ടിൽ പുതിയൊരു പ്രകാശം പരക്കുമെന്ന് അവൾ സ്വപ്നം കണ്ടു. ആ രാത്രിക്ക് ശേഷം തറവാട്ടിലെ പുലരികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പെയ്തു തോർന്ന മഴയ്ക്ക് ശേഷം തെളിഞ്ഞ ആകാശം പോലെ ആ വീടിനുള്ളിലെ കനത്ത അന്തരീക്ഷവും പതിയെ മാറി തുടങ്ങി. സുഭദ്രയുടെ ഉള്ളിലെ കല്ലിച്ച മനസ്സ് സ്നേഹത്തിന്റെ നനവറിഞ്ഞപ്പോൾ അത് ആ വീടിന്റെ ഓരോ കോണിലും പ്രതിഫലിച്ചു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ സുഭദ്ര അടുക്കളയിലെത്തി. പക്ഷേ പഴയതുപോലെ ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നതിന് പകരം അവർ ശാന്തയായിരുന്നു. മീന അടുക്കളയിലേക്ക് വന്നപ്പോൾ സുഭദ്ര അവളെയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ പഴയ മൂർച്ചയുണ്ടായിരുന്നില്ല. മീന, ഇന്ന് ചായ നീ ഉണ്ടാക്കിക്കോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ. സുഭദ്രയുടെ ആ വാക്കുകൾ കേട്ട് മീന അത്ഭുതപ്പെട്ടു. മീന ഒരു ചെറു പുഞ്ചിരിയോടെ ചായ തയ്യാറാക്കി. ഇത്തവണ സുഭദ്ര അത് കുടിച്ചപ്പോൾ കുറ്റങ്ങൾ പറഞ്ഞില്ല. പകരം നല്ല രുചിയുണ്ട് എന്ന് പതുക്കെ മന്ത്രിച്ചു. ആ ചെറിയ വാക്കിൽ മീന അനുഭവിച്ചത് വലിയൊരു വിജയമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മീന തന്റെ രീതികൾ മാറ്റി. ഏട്ടത്തിയമ്മയെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം അവരെ സ്നേഹവും ബഹുമാനവും കൊണ്ട് കീഴടക്കാൻ അവൾ തീരുമാനിച്ചു. സുഭദ്രയ്ക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ അവരിലൂടെ തന്നെ ചെയ്യിക്കാൻ മീന ശ്രമിച്ചു. ഒരു ദിവസം മീന കുറച്ച് പുസ്തകങ്ങളുമായി സുഭദ്രയുടെ അടുത്തെത്തി. ഏട്ടത്തിയമ്മേ, ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. ഇതിലെ കഥകൾ ഏട്ടത്തിയമ്മക്ക് ഇഷ്ടപ്പെടും. നമുക്ക് വൈകുന്നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കാം, മീന പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിലും സുഭദ്ര ആ പുസ്തകം വാങ്ങി. കാലങ്ങൾക്ക് ശേഷം ഒരു പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ സുഭദ്രയുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം മീന കണ്ടു. തറവാടിത്തത്തിന്റെ പേരിൽ
താൻ മാറ്റി നിർത്തിയ തന്റെ തന്നെ വ്യക്തിത്വത്തെ സുഭദ്ര വീണ്ടെടുക്കുകയായിരുന്നു. വിശാൽ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ അദൃശ്യമായ മതിൽ തകർന്നു വീണത് അവൻ സന്തോഷത്തോടെ നോക്കി നിന്നു. മീന, നീ ഒരു മാന്ത്രികയാണോ? ഏട്ടത്തിയമ്മ ഇത്രയും ചിരിച്ചു ഞാൻ കണ്ടിട്ടില്ല. വിശാൽ അത്ഭുതത്തോടെ ചോദിച്ചു. ഇത് മന്ത്രമല്ല വിശാൽ, വെറും സ്നേഹമാണ്. ഏട്ടത്തിയമ്മയെ ആരും ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. മീന മറുപടി നൽകി. ഒരു ശനിയാഴ്ച ഉച്ചക്ക് മീന ഒരു വലിയ കാര്യം അവതരിപ്പിച്ചു. ഏട്ടത്തിയമ്മേ, നമുക്ക് ഈ തറവാടിന്റെ ഒരു വശത്ത് ചെറിയൊരു തയ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കൂട്ടായ്മയോ തുടങ്ങിയാലോ? ഏട്ടത്തിയമ്മക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വലിയ കഴിവല്ലേ? സുഭദ്ര ആദ്യം പേടിച്ചു. അയ്യോ, ഈ തറവാട്ടിൽ അതൊക്കെ നടക്കുമോ? നാട്ടുകാർ എന്തു പറയും? നാട്ടുകാരല്ലേ ഏട്ടത്തിയമ്മ വലുത്, നമ്മുടെ സന്തോഷമാണ് വലുത്. ഈ വീടിന്റെ അന്തസ്സ് കൂടുകയേ ഉള്ളൂ. മീനയുടെ നിർബന്ധത്തിന് മുന്നിൽ സുഭദ്ര വഴങ്ങി. പണ്ടു ഉപേക്ഷിച്ച തന്റെ താല്പര്യങ്ങൾ ഓരോന്നായി പൊടിതട്ടിയെടുക്കാൻ സുഭദ്ര തയ്യാറായി. തറവാടിന്റെ പൂമുഖം ഇപ്പോൾ ആളുകളുടെ കലപില ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. സുഭദ്ര ആ കൂട്ടായ്മയുടെ നേതൃത്വം ഏറ്റെടുത്തു. ഗൗരവക്കാരിയായ സുഭദ്രയിൽ നിന്ന് സ്നേഹനിധിയായ ഒരു ഗുരുനാഥയിലേക്കുള്ള അവരുടെ മാറ്റം ഗ്രാമവാസികളെയും അത്ഭുതപ്പെടുത്തി. ഒരു വൈകുന്നേരം അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്ന പൂമുഖത്ത് മീനയും സുഭദ്രയും ഒന്നിച്ചിരുന്നു. സുഭദ്ര മീനയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മീന, നീ ഒരിക്കൽ എന്നോട് ചോദിച്ചിരുന്നില്ലേ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്? സത്യത്തിൽ എനിക്ക് നിന്നോടല്ല ദേഷ്യമുണ്ടായിരുന്നത്, എന്റെ ജീവിതത്തോടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, നിന്നെ പോലൊരു പെൺകുട്ടി ഈ വീട്ടിൽ വന്നതുകൊണ്ടാണ് എന്റെ ജീവിതം ഇത്രയും മനോഹരമായത്. നീ എനിക്ക് അനിയത്തിയല്ല, മകളാണ്. സുഭദ്രയുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണീർത്തുള്ളി മീനയുടെ കയ്യിൽ പതിച്ചു. അത് സന്തോഷത്തിന്റെ കണ്ണീരായിരുന്നു. അധികാരമല്ല, പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറയെന്ന് ആ വീട് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ന് ആ തറവാടിന്റെ ഇടനാഴികളിൽ ഇരുട്ടില്ല. ഓരോ തൂണിലും സ്നേഹത്തിന്റെ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. സുഭദ്രയുടെ കുത്തുവാക്കുകൾക്ക് പകരം അവിടെ ഇപ്പോൾ കേൾക്കുന്നത് മീനയുടെ ചിരിയും സുഭദ്രയുടെ വാത്സല്യവുമാണ്. ആ വീടിന്റെ ഉമ്മറത്ത് വിരിയുന്ന പൂക്കൾക്ക് മുമ്പത്തേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു. കാരണം ആ പൂക്കൾ വിരിഞ്ഞത് മനസ്സുകളുടെ ഐക്യത്തിൽ നിന്നായിരുന്നു.